നമസ്തേ. നമ്മളിന്ന് ജൂലൈ 9 മുതൽ ജൂലൈ 15 വരെയുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. ആഴ്ചഫലം. ആദ്യം മേടക്കൂറുകാരുടെ കാര്യമാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്ക് ജൂലൈ 9 മുതൽ ജൂലൈ 15 വരെയുള്ള സമയം ധനപരമായിട്ട് ഗുണമാണെങ്കിലും കാര്യങ്ങളിലൊക്കെ ചെറിയ വിഘ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവും. വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുക. വാക്കുകൾ മൂലം ധനനഷ്ടങ്ങൾ സംഭവിക്കാവുന്ന സമയമാണ്. അപകടങ്ങൾ വരാവുന്ന സമയമാണ്. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. വീഴ്ച, മുറിവ്, ഒടിവ് ഇതൊക്കെ വരാവുന്ന സമയമാണ് മേടക്കൂറുകാർക്ക്. അതുകൊണ്ട് തന്നെ സാഹസിക കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇനി ഇടവക്കൂറുകാരുടെ ജൂലൈ 9 മുതൽ 15 വരെയുള്ള സമയത്ത് ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ്. അപ്പോൾ ഇവർക്ക് ഈ ജൂലൈ 9 മുതൽ 15 വരെയുള്ള സമയത്ത് അകാരണമായിട്ട് മനോവിഷമങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സമയമാണ്. എപ്പോഴും രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു ശങ്ക അല്ലെങ്കിൽ രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയം ഒക്കെ ഉണ്ടാകുന്ന സമയം. 10ൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് കർമ്മരംഗത്ത് തടസ്സങ്ങൾ, കർമ്മരംഗത്ത് ദുരിതങ്ങൾ ഒക്കെ അനുഭവിക്കാനുള്ള യോഗം 10ൽ ശനി നൽകും. എങ്കിലും മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കാം. ധനപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കാവുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ധനസഹായങ്ങൾ ലഭിക്കാം. അപ്രതീക്ഷിതമായ ധനസഹായങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെ ധനസഹായങ്ങൾ ലഭിക്കാവുന്ന ഒരു സമയമാണ്. 5ലെ കേതുവാണ്. ഭാഗ്യാനുഭവങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. 5ാം ഭാവം പൂർവ്വപുണ്യ ഫലമാണ്, ഫലദാനമാണ്. അപ്പോൾ അത് ഇത്തിരി കുറയുന്ന അല്ലെങ്കിൽ ഭാഗ്യാനുഭവം പൂർവ്വപുണ്യമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറയുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വളഞ്ഞ വഴി, എല്ലാ കാര്യത്തിനും ധനം ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു വളഞ്ഞ വഴി അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് ഒരു വളഞ്ഞ വഴി അല്ലെങ്കിൽ വക്രബുദ്ധിയൊക്കെ തോന്നാവുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ, പ്രവൃത്തികൾ, മറ്റുള്ളവരുടെ ഇടപെടലുകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി മിഥുനക്കൂറുകാരുടെ ജൂലൈ 9 മുതൽ 15 വരെയുള്ള സമയത്ത്, മിഥുനക്കൂറ് എന്ന് പറയുന്നത് മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ്. അവർക്ക് 12ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഈശ്വരാധീനക്കുറവുള്ള സമയമാണ് മിഥുനക്കൂറുകാർക്ക്. അതുകൊണ്ട് തന്നെ ആത്മീയമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൂരയാത്രകളൊക്കെ വേണ്ടിവരും. എങ്കിലും മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. തന്ത്രപരമായിട്ട് ഒക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. 4ാം ഭാവത്തിലെ കേതുവാണ് മിഥുനക്കൂറുകാർക്ക്. അപ്പോൾ സ്വജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മാതൃസംബന്ധമായിട്ട് മാതാവിനെ അല്ലെങ്കിൽ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ മാതാവിനെ പോലെ കരുതുന്ന ആൾക്കാർക്കൊക്കെ ക്ലേശാനുഭവങ്ങൾ വരാവുന്ന സമയം കൂടിയാണ്. പിന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ അത് സൂക്ഷിക്കുക. നേത്ര രോഗങ്ങൾ വരാം. വീടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അകന്ന് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയം കൂടിയാണ് മിഥുനക്കൂറുകാർക്ക്. ഇനി അടുത്ത കർക്കിടക്കൂറുകാരുടെ ജൂലൈ 9 മുതൽ 15 വരെയുള്ള സമയത്ത് പുണർദം അവസാന കാൽഭാഗം, പൂയമായില്യം നക്ഷത്രക്കാരാണ് മിഥുനക്കൂറ്. അവർക്ക് 11ാം ഭാവത്തിൽ വ്യാഴാണ്. അപ്പോൾ ഒരു ദൈവാധീനം ഒക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ധനപരമായിട്ടും ഗുണങ്ങൾ ഇപ്പോൾ വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കാവുന്ന ഒരു സമയമാണ്. കർമ്മഗുണം, വസ്ത്ര ആഭരണാദി ലാഭം ശുക്രലഗ്നത്തിൽ സഞ്ചരിക്കുകയാണിപ്പോൾ. പിന്നെ സ്വയം ഒരു വ്യക്തിത്വ വികസനം ഒക്കെ കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാവുന്ന സമയമാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗുണം ഉണ്ടാകേണ്ട സമയമാണ്. യാത്രാഗുണം ഉണ്ടാവും, എങ്കിലും ചിലവ് വർദ്ധിക്കും. 9ാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുകയാണ്. അപ്പോൾ പ്രവൃത്തി രംഗത്ത് തടസ്സങ്ങൾ വരാം. മറ്റുള്ളവരുടെ ഇടപെടലുകൾ നിമിത്തം തടസ്സങ്ങൾ ഒക്കെ പ്രവൃത്തി രംഗത്ത് വരാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിതൃസംബന്ധമായിട്ട് ക്ലേശങ്ങൾ അല്ലെങ്കിൽ പിതൃസ്ഥാനീയർക്ക് അല്ലെങ്കിൽ പിതൃസ്ഥാനീയരെ പോലെ കരുതുന്ന ആൾക്കാർക്കൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പിന്നെ ആരോഗ്യപരമായിട്ട് എല്ല് സംബന്ധം, അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ, ഹൃദയ രോഗങ്ങൾ, നേത്രരോഗങ്ങൾ ഇതൊക്കെ വരാവുന്ന സമയമാണ്. ഈ തൊഴിൽ രംഗത്തൊക്കെ അല്ലെങ്കിൽ പ്രവൃത്തി രംഗത്തൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ
തടസ്സങ്ങൾ സൃഷ്ടിക്കാം. അതുമൂലം മനോദുഃഖം അനുഭവിക്കാനുള്ള സമയം കൂടിയാണ് കർക്കിടകക്കൂറുകാർക്ക്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി ചിങ്ങക്കൂറുകാർ ജൂലൈ 9 മുതൽ 15 വരെയുള്ള സമയം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. അവർക്ക് ഈ സമയത്ത് വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട സമയമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഉറ്റവരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മിത്രങ്ങളൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം വാക്കുകളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാം. നമ്മൾ പറയുന്ന അർത്ഥത്തിൽ മറ്റുള്ളവർ അത് ഉൾക്കൊള്ളണമെന്നില്ല. നമ്മുടെ സമയം മോശമാണ്. അതുകൊണ്ടാണ് കൂട്ടുകാരിലൊക്കെ അല്ലെങ്കിൽ കൂട്ടു സംരംഭങ്ങളൊക്കെ നടത്തുമ്പോൾ വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അവരോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടുകാരിൽ തന്നെ തെറ്റിദ്ധരിക്കപ്പെടാം. പിന്നെന്താണെന്ന് വെച്ചാൽ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, വീട്ടിലെ ചില അറ്റകുറ്റപ്പണികൾ, ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാവുന്ന ഒരാഴ്ചയാണ്. കൂട്ടു സംരംഭങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാക്കുകളും പ്രവൃത്തികളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ല. പിന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗുണം ഉള്ള ഒരു സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് ദൈവാധീനമൊക്കെ ഉണ്ടാകുമെങ്കിലും ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്നുപെട്ട് അപവാദം കേൾക്കാൻ, ധനനഷ്ടത്തിന് ഒക്കെ അഷ്ടമത്തിൽ രാഹു സഞ്ചരിക്കുകയാണ്. അത് നൽകും. പിന്നെ അഷ്ടമത്തിലെ രാഹു സഞ്ചരിക്കുമ്പോൾ വിഷ സംബന്ധമായ കാര്യങ്ങളൊക്കെ, അതിൽ നിന്നൊക്കെയുള്ള അപകടങ്ങളും ഒക്കെ വരാം. അപ്പോൾ ഫുഡ് പോയ്സൺ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഴജന്തുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഏൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അഷ്ടമത്തിലെ വ്യാഴം എപ്പോഴും എന്തൊക്കെയുണ്ടെങ്കിലും മനോവ്യസനം നൽകുന്ന ഒരു സമയമാണിപ്പോൾ. പിന്നെ അവരുടെ വേണ്ടപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതിയും അത്ര അനുകൂലമായിരിക്കില്ല. അതും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് കന്യക്കൂറുകാരുടെ ജൂലൈ 9 മുതൽ 15 വരെയുള്ള സമയത്ത്. കന്യക്കൂർ എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ്. അവർക്ക് കുടുംബജീവിതത്തിൽ കുറച്ച് പിടിവാശി കുറയ്ക്കുക. 9-ാം ഭാവത്തിലെ വ്യാഴം ഈശ്വരാധീനമൊക്കെ ഉണ്ട്. അഷ്ടമത്തിലെ ചൊവ്വ 9ലേക്ക് മാറും. അപ്പോൾ കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പിന്നെ ചില സംശയങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ വരാം. അത് മുഖേന കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനുള്ള സമയമാണ്. വാക്കുകൾ വളരെ അധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ശത്രുപീഡകൾ, രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടാകാവുന്ന സമയം കൂടിയാണ്. പിന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. സാഹസിക പ്രവർത്തികളിൽ ഒക്കെ ചെയ്യാതിരിക്കുക. അടുത്തത് തുലാക്കൂറുകാരുടെ ജൂലൈ 9 മുതൽ 15 വരെയുള്ള സമയം. ചിത്തിരയുടെ അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. അവർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഒരു ഈശ്വരാധീന കുറവ് ഉള്ള സമയമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ. എങ്കിലും 6-ാം ഭാവത്തിലെ രാഹുവാണ്. ഒരു ഊർജ്ജസ്വലതയൊക്കെ കൂടും. കാര്യങ്ങളിൽ വിജയമൊക്കെ ഉണ്ടാവാൻ 6ലെ രാഹു സഹായിക്കും. 7-ാം ഭാവത്തിൽ ഇപ്പോൾ ചൊവ്വയാണ്, അത് 8ലേക്ക് മാറും. അപ്പോൾ കർമ്മഗുണമൊക്കെ ഉണ്ട്. എങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം. വിട്ടുവീഴ്ച, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വിട്ടുവീഴ്ച മനോഭാവം വളരെ അത്യാവശ്യമാണ് ദാമ്പത്യ ജീവിതത്തിൽ. കടബാധ്യതകളൊക്കെ കുറഞ്ഞു വരും. ശത്രുക്കളായിരുന്നവരൊക്കെ മിത്രങ്ങളാകാൻ സാധ്യതയുള്ള സമയമാണ്. പിന്നെ വീടുമായിട്ട് അകന്ന് നിൽക്കാനൊരു യോഗമുണ്ട്, അല്ലെങ്കിൽ മാറി താമസിക്കാനൊരു യോഗമുണ്ട്. അഷ്ടമത്തിലെ വ്യാഴായതുകൊണ്ട് തന്നെ എടുത്തു ചാടി പ്രവർത്തിക്കരുത്. വ്യക്തി ജീവിതത്തിലും ബന്ധുമിത്രങ്ങളുടെ ഇടയിലൊക്കെ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. വാക്കുകൾ, പ്രവൃത്തികളൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇനി അടുത്ത് വൃശ്ചികക്കൂറുകാരുടെ ജൂലൈ 9 മുതൽ 15 വരെയുള്ള സമയത്ത്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ്. വ്യാഴം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനപരമായിട്ടൊക്കെ ഗുണം ഉണ്ടാകുന്ന സമയമാണ്. സുഹൃത്തുക്കളുടെ ഇടയിലൊരു ഗുണം ഒക്കെ കിട്ടും. ബുദ്ധി ഗുണം ഇതൊക്കെ ഉണ്ടാവും. എങ്കിലും പിതൃസ്ഥാനീയർക്ക് ക്ലേശാനുഭവങ്ങൾ അല്ലെങ്കിൽ പിതാവിൻ്റെ വിരോധം ഒക്കെ സമ്പാദിക്കാവുന്ന സമയമാണ്. യാത്രകൾ ഉണ്ടാവും. യാത്രകളിൽ ഗുണം ഉണ്ടാകും. 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിക്കാലാണ്. മാതാവിന് അത്ര അനുകൂലമായിരിക്കില്ല. എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ അല്ലെങ്കിൽ മാതാവിന് മനസ്വസ്ഥത കുറവ് ഇതൊക്കെ അനുഭവിക്കുന്ന സമയമാണ്. പിന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. 4-ാം ഭാവത്തിലെ ശനിയാണ്. വാഹന അപകടങ്ങൾ വരാവുന്ന സമയമാണ്. പിന്നെ എപ്പോഴും ഒരു അകാരണ ഭയം ഉണ്ടാകും. കുടുംബവിരഹം, കുടുംബത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ മാറി താമസിക്കേണ്ടി വരും. ഒരു ധൈര്യം
കൂടുന്ന സമയമാണ്. 6ാം ഭാവത്തിലാണ് ഇപ്പോൾ ചൊവ്വ. അതുകൊണ്ട് തന്നെ ധൈര്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ധാർമ്മിക ചിന്തകളും കൂടുന്ന സമയമാണ്. എങ്കിലും 5ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങൾ മുഖേന അല്ലെങ്കിൽ അവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ നമ്മളെ വേദനിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പ്രവർത്തന രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, പ്രവൃത്തികൾ ഇതൊക്കെ എടുക്കരുത്. ഈ പെട്ടെന്നുള്ള തീരുമാനങ്ങളും പ്രവൃത്തികളും മൂലം അപവാദ ശ്രവണവും അല്ലെങ്കിൽ അപവാദം കേൾക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് ധനുക്കൂറുകാരെക്കുറിച്ചാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. അവർക്ക് ജൂലൈ 9 മുതൽ 15 വരെയുള്ള സമയം. ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയും അടുക്കും ചിട്ടയും ഒക്കെ വേണ്ടി വരുന്ന സമയമാണ്. കാരണം കയ്യിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാകുന്ന സമയം. കർമ്മമേഖലയിലെ ശത്രുതാപരമായ കാര്യങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. 4ാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ, എന്തെങ്കിലും തരത്തിലുള്ള കലഹങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 10ാം ഭാവത്തിൽ കേതുവാണ്. അപ്പോൾ കർമ്മരംഗത്തും ചില തടസ്സങ്ങൾ, ശത്രുക്കളുടെ വർധനവൊക്കെ ഉണ്ടാവും. എങ്കിലും സഞ്ചാരക്ലേശങ്ങളും ഉണ്ടാവും. ഇനി മകരക്കൂറുകാരെക്കുറിച്ചുള്ള കാര്യം. ഉത്രാടത്തിൻ്റെ അവസാന 1/4 ഭാഗം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം, ആദ്യം അരഭാഗം, അതാണ് മകരക്കൂറ്. അവർക്ക് വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ നടക്കാവുന്ന സമയമാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാവുന്ന സമയമാണ്. എങ്കിലും മാതാവിന് ചില ക്ലേശങ്ങളോ അല്ലെങ്കിൽ മാതൃസംബന്ധമായിട്ടുള്ളവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങളോ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. എങ്കിലും ധനപരമായിട്ട് ഗുണമാണ്. തൊഴിലഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. ഉദ്ദേശിച്ച യാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും. തീരുമാനിച്ചുറച്ച ചില യാത്രകൾ മാറ്റിവെക്കേണ്ടി വരും. കുടുംബജീവിതത്തിലാണെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ വേണ്ടി വരും. 9ാം ഭാവത്തിലേക്ക് കേതു സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ഒരു അകാരണ ഭയം, എന്തൊക്കെ ഉണ്ടെങ്കിലും ആവശ്യമില്ലാത്തൊരു പേടി എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. ഒരു ചെറിയ ഭാഗ്യക്കുറവും ഉണ്ടാകുന്ന സമയമായതിനാൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്തത് കുംഭക്കൂറുകാരെക്കുറിച്ചുള്ള കാര്യമാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗമാണ് കുംഭക്കൂറ്. അവർക്ക് ഈ ജൂലൈ 9 മുതൽ 15 വരെയുള്ള സമയം. സാമ്പത്തികപരമായിട്ട് കുറച്ച് ലാഭമൊക്കെ ഉണ്ടാക്കാവുന്ന സമയമാണ്. പ്രവർത്തന മികവൊക്കെ ഉണ്ടാവും. ധൈര്യം കൂടും. കാര്യനിർവഹണ ശേഷിയൊക്കെ വർദ്ധിക്കും. ഇവരുടെ സഹോദര സ്ഥാനീയർക്ക് ഗുണമുള്ള ഒരു സമയമാണ്. പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ടത് വാക്കുകൾ ശ്രദ്ധിക്കുക. എടുത്തു ചാടി ഒരു കാര്യത്തിലും കുറച്ച് ധൈര്യം കൂടുന്ന സമയമാണ്. അതുകൊണ്ട് എടുത്തു ചാടി ഒരു കാര്യത്തിലും പ്രവർത്തിക്കാതിരിക്കുക. പ്രണയബന്ധങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ ഒരു അകൽച്ച അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഒരു അകൽച്ച വരാവുന്ന സമയമായതിനാൽ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അല്ലെങ്കിൽ എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക. വാക്കും പ്രവൃത്തിയൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ചുറ്റുപാടുള്ളവരോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അത് തൊഴിൽ രംഗത്താണെങ്കിലും മേലുദ്യോഗസ്ഥരൊക്കെ ആയിട്ടാണെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അവർക്കൊരു പ്രവർത്തന മികവും കാര്യനിർവഹണ ശേഷിയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. കുറച്ച് ധൈര്യമൊക്കെ കൂടും. അതുകൊണ്ട് തന്നെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യും. അത് പിന്നീട് ദുരിതത്തിലേക്ക് ചെന്ന് ചാടേണ്ട അവസരം കൂടി ഉണ്ടാക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇനി അടുത്തത് മീനക്കൂറുകാരെക്കുറിച്ചുള്ള ജൂലൈ 9 മുതൽ 15 വരെയുള്ള സമയം. ഉരുട്ടാതിൻ്റെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ്. അവർക്ക് ഒറ്റവാക്കി പറഞ്ഞാൽ മാനസിക ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കുന്ന സമയമാണ്. കാരണം വ്യാഴം 3ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഭൗതിക സുഖങ്ങൾ കുറയുന്ന ഒരു വർഷമാണ് അടുത്ത മെയ് വരെ. ലഗ്നത്തിൽ രാഹു സഞ്ചരിക്കുകയാണ്, 7 കേതു സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും ഒരു അഹങ്കാരം, വാക്കിലും പ്രവൃത്തിയിലും ഒരു ധൈര്യമൊക്കെ കൂടുക, ഒരു അഹങ്കാരമൊക്കെ വർദ്ധിക്കുക, അങ്ങനെയുള്ള ദേഷ്യം വർദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീനക്കൂറുകാർക്ക് ഉണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാനസിക ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കും. അതിൻ്റെ ഫലമായിട്ട് തന്നെ കുറച്ച് ദേഷ്യമൊക്കെ വർദ്ധിക്കാം. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പ്രവൃത്തിയിൽ ധൈര്യവും അഹങ്കാരവും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ് മീനക്കൂറുകാർക്ക്. വിഷ, അഗ്നി, ഇതിൽ നിന്നൊക്കെ അപകടങ്ങൾ, വിഷസംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, അപ്പോൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക.
വീടിനകത്തും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വളരെ വൃത്തിയായിട്ട് കഴിക്കാം, വൃത്തിയായിട്ടുള്ള രീതിയിലൊക്കെ പാചകം ചെയ്ത് കഴിക്കാം. പിന്നെ ഇഴജന്തുക്കളിൽ നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്, അതൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ അഗ്നി സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാം, അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക. നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ്. ജൂലൈ 9 മുതൽ 15 വരെയുള്ള സമയത്തെ ഫലം. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.